കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നത് പോലെ തോന്നുന്നു. നന്ദുവേട്ടൻ എന്തായാലും ഇതിന് സമ്മതിക്കില്ല. പക്ഷേ ആ തീരുമാനം ഈ കുടുംബത്തിലുള്ളവർക്ക് സ്വീകാര്യവുമല്ല. എന്തായി തീരുമാനമെന്ന ഒരു പിടിയും കിട്ടുന്നില്ല. സൗഭാഗ്യയുടെ മറുപടി കേട്ടതോടെ ഈ സൗഹൃദത്തിൽ വിള്ളൽ വീഴുമെന്ന് ഉറപ്പായി. എന്തായാലും പുറത്തെ ചർച്ച എന്തായി എന്ന് നോക്കാനായി ചെന്നപ്പോൾ അമ്മയും നന്ദുവേട്ടനും ശിവേട്ടനും ഗിരിയേട്ടനും കൂടി ഒരു റൂമിൽ ഇരിക്കുന്നത് കണ്ടു. വിവാഹകാരിയല്ലേ, സംസാരിച്ച് തീരുമാനിക്കാൻ വർമ്മ സാറ് പറഞ്ഞു കാണും. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. ചെന്നപ്പോൾ തന്നെ കേൾക്കുന്നത് നന്ദുവേട്ടൻ്റെ ഉറച്ച ശബ്ദമാണ്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാനെന്തോ. നീ സ്നേഹിച്ച പെൺകുട്ടിപ്പോ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ശിവ പറയുന്നത് പോലെ അവൾ കൂടി ചേർന്നാണ് നിന്നെ അന്ന് കൊല്ലാൻ ശ്രമിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ എന്തിനാ അവളെ കാത്തിരിക്കുന്നേ? അവൾ അങ്ങനെ ചെയ്യില്ല അമ്മ. മറ്റാരെക്കാളും നന്നായി അവളെ എനിക്കറിയാം. എങ്കിൽ പിന്നെ അവൾ എവിടെടാ? എന്തിനാ അവൾ മറിഞ്ഞിരിക്കുന്നത്? ശിവേട്ടന് അമ്മയ്ക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് ശിവ ചേച്ചിയോടുള്ള വെറുപ്പാണ്. ഞാനൊന്ന് നോക്കിയപ്പോൾ ശിവേട്ടൻ പെട്ടെന്ന് തന്നെ മുഖം മാറ്റി. എത്ര നാൾ നീ ശിവയെ കാത്തിരിക്കും? ശിവയും സച്ചിയും ഒരുപാട് അന്വേഷിച്ചതല്ലേ? നീയും അവളെ തിരക്കി കൂടെ നടന്നിട്ടില്ലേ? ഇനിയും അവൾക്ക് വേണ്ടി നീ നിന്റെ ജീവിതം കളയരുതെന്നാ ഞാൻ പറയൂ. ഒന്നുമല്ലെങ്കിൽ സൗഭാഗ്യമല്ലേ പെണ്ണ്, നിനക്ക് ചേരുന്നത് അവളാണ്. ഗിരിയേട്ടന്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സൗഭാഗ്യവും ഏട്ടനും ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരാൾ ഞാനാണ്. അവർക്കിടയിൽ നല്ല സൗഹൃദം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ. നന്ദുവേട്ടന്റെ പ്രണയം, കാത്തിരിപ്പ്, അതിലൊരു തീരുമാനമാകാതെ എങ്ങനെയാ ഏട്ടൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുന്നത്? നമുക്ക് ഈ കുടുംബത്തിനോടൊരു കടപ്പാടുണ്ട്. നിന്നെ ഈ നിലയിലാക്കിയ ആ വലിയ മനുഷ്യന്റെ വാക്ക് ധിക്കരിക്കാൻ പറ്റുമോ മോനെ നിനക്ക്? കടപ്പാടിന്റെ കാര്യം ഇവിടെ പറയേണ്ട ആവശ്യമില്ല അമ്മ. അവർ നന്ദുവേട്ടനെ സംരക്ഷിച്ചതും പഠിപ്പിച്ചതുമൊക്കെ ഏട്ടൻ വർമ്മസാറിന്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ടാണ്. അതിന്റെ പേരിൽ ഏട്ടന്റെ ഇഷ്ടങ്ങളും അവരുടെ മുന്നിൽ അടിയറവ് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഗൗരി, നീ ചുമ്മാ ഇവന്റെ സൈഡ് നിൽക്കല്ലേ. ഇവന്റെ നല്ല ഭാവിയാണ് എനിക്കും അമ്മയ്ക്കും പ്രധാനം. ശിവേട്ടൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ തെല്ലൊരു നൊമ്പരം എനിക്കുണ്ടായി, എന്നെ അകറ്റി നിർത്തുന്നത് പോലെ. അത് മനസ്സിലായെന്നോണം ശിവേട്ടൻ എൻ്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റി. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്ക്. ഞാൻ എന്ത് പറയാനാ? പ്രസവിക്കാനും വളർത്താനുമല്ലേ അമ്മമാർക്ക് അവകാശമുള്ളൂ. അവരുടെ ഇഷ്ടങ്ങളിൽ അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. വിതുമ്പിക്കൊണ്ട് അമ്മ മുറി വിട്ടു പോയി. ഒരു സാധാ സ്ത്രീയുടെ മനസ്സാണ് നന്ദുവേട്ടന്റെ അമ്മയ്ക്കും. മകൻ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണണമെന്ന ഒറ്റ ചിന്ത മാത്രമേ ആ മനസ്സിലുള്ളൂ. നിങ്ങൾ തമ്മിൽ സംസാരിച്ചൊരു തീരുമാനത്തിലെത്ത്. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അതും പറഞ്ഞ് ഗിരിയേട്ടനും പോയി. നന്ദുവേട്ടൻ പിന്നെ ഒന്നും മിണ്ടാതെ കട്ടിൽ പോയിരുന്നു. നന്ദു, എടാ, നീ എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത്? ഇത് വാശിയാണോ ശിവേട്ട? നിങ്ങൾ ആരും എന്താ നന്ദുവേട്ടന്റെ മനസ്സറിയാൻ ശ്രമിക്കാത്തത്? നിന്നേക്കാൾ നന്നായി എനിക്കറിയാം ഇവനെ. അതുകൊണ്ടാ പറയുന്നത്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കും ഇവൻ. അതുകൊണ്ട് തന്നെയാവും ആ ഷികയുടെ ചതിയിൽ ഇവൻ പെട്ടുപോയതും. ശിവേട്ടൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഷിക ചേച്ചി എന്നു മുതലാ ശിവേട്ടന്റെ ശത്രുവായത്? ഏട്ടന്റെ അച്ഛന്റെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടല്ലേ ഈ വെറുപ്പ് തുടങ്ങിയത്? ഷിക ചേച്ചി ഈ നാട്ടിലേക്ക് വന്ന ശിവേട്ടനെ കാണാനാ. അതിനുശേഷമാണ് നന്ദുവേട്ടനെ സ്നേഹിച്ചത്. ആ പ്രണയത്തിന് കൂട്ടുനിന്നപ്പോൾ ശിവേട്ടന് തോന്നിയില്ലേ കൂട്ടുകാരൻ ചതിക്കപ്പെടുകയാണെന്ന്? മതി, നിർത്ത്. നീ പ്രപ്പോസൽ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. നിനക്ക് നിന്റെ ഏട്ടനെ സൗഭാഗ്യം കൊണ്ട് കെട്ടിക്കണം. പക്ഷേ നിന്റെ സ്വാർത്ഥതയ്ക്ക് വിട്ടുതരാനുള്ളതല്ല നന്ദുവിന്റെ ജീവിതം. ജിത്തു, മതിയാക്ക്. എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നത്? തടയേണ്ട നന്ദുവേട്ട, ശിവേട്ടൻ പറയട്ടെ. എനിക്ക് സ്വാർത്ഥതയാണല്ലേ? ശരിയാ, ഞാൻ ആഗ്രഹിച്ചിരുന്നു സൗഭാഗ്യ എൻ്റെ കുടുംബത്തിൽ മരുമകളായി വരണമെന്ന്. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ആഗ്രഹമില്ലെന്ന് എനിക്ക് ഉറപ്പായി. എന്നിട്ടും ഞാനിത് എതിർക്കുന്നത് നന്ദുവേട്ടന്റെ പ്രണയത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടാ. ഗൗരി, ഞാൻ ശിവേട്ടന് പറയാൻ അനുവദിക്കാതെ ഞാൻ കൈ ഉയർത്തി തടഞ്ഞു. ഇവിടെ ഇപ്പോൾ സ്വാർത്ഥത കാണിക്കുന്നത് ശിവേട്ടനാണ്. ഷിക ചേച്ചിയോടുള്ള ദേഷ്യമാണ് നന്ദുവേട്ടനെ ഇങ്ങനെ നിർബന്ധിക്കാൻ കാരണം. തീരുമാനമെടുക്കേണ്ടത് നന്ദുവേട്ടനാണ്. ആ സ്വാതന്ത്ര്യമെങ്കിലും ഏട്ടന് കൊടുക്കണം. കൂടുതലൊന്നും പറയാൻ അനുവദിക്കാതെ ഞാൻ ആ മുറി വിട്ടിറങ്ങി. ഡാ, എന്തു പണിയാ നീ കാണിച്ചത്? അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്. അത് സാരമില്ല, കുറച്ചു കഴിയുമ്പോൾ മാറിക്കോളും. അവൾക്കറിയാവുന്നതല്ലേ എൻ്റെ സ്വഭാവം. അത് മനസ്സിലാക്കി തിരികെ വന്നോളും. പുറത്തിറങ്ങിയെങ്കിലും അവരുടെ സംസാരം ഞാൻ കേട്ടു. എന്തോ ശിവേട്ടന്റെ വാക്കുകൾ എൻ്റെ മനസ്സിൽ ആഴങ്ങളിൽ കുത്തി നോവിക്കാൻ തുടങ്ങി. കണ്ണുകൾ നിറഞ്ഞു വന്നു. സൗഭാഗ്യയോടെ എല്ലാം പറയാൻ നന്ദുവേട്ടൻ ശ്രമിച്ചെങ്കിലും ഒന്നും കേൾക്കാൻ അവൾ തയ്യാറായില്ല. ഒടുവിൽ വർമ്മസാറിനെ എതിർക്കാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് നന്ദുവേട്ടൻ എല്ലാത്തിനും സമ്മതിക്കേണ്ടി വന്നു. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഒരു ഊഹവുമില്ല.
നന്ദുവേട്ടന്റെ മുഖം കണ്ടിട്ടാണെങ്കിൽ സഹിക്കാനും വയ്യ, വല്ലാത്തൊരു സങ്കടം തോന്നുക. ഇന്ന് വൈകുന്നേരം നല്ലൊരു സമയമുണ്ട്, അപ്പോൾ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. അല്ല സർ, എനിക്ക് കുറച്ച് ബന്ധുക്കളുണ്ട്. പിന്നെ ശിവയുടെ അച്ഛമ്മയും ചേച്ചിയും ഒക്കെ, അവരൊന്നും ഇല്ലാതെ. ഇത് വലിയ ചടങ്ങൊന്നുമല്ല, നമ്മൾ വാക്കാലൊന്ന് ഉറപ്പിക്കുന്നു. നല്ലൊരു മുഹൂർത്തം നോക്കി വിവാഹ നിശ്ചയമായിട്ട് തന്നെ നമുക്ക് പിന്നീട് നടത്താം. എന്തേ, പോരെ? എല്ലാത്തിനും നിർവികാരതയോടെ നന്ദുവേട്ടൻ നിന്നു. കാര്യത്തോടടുത്തപ്പോൾ ശിവേട്ടൻ നല്ല ടെൻഷനുള്ളതുപോലെ. ബാക്കി എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രം. അനിയത്തിമാരെല്ലാം കൂടി സൗഭാഗ്യയെ കളിയാക്കുന്ന തിരക്കിലാണ്. ഇടയ്ക്ക് ഗിരിയേട്ടനും അതിൽ പങ്കുചേരുന്നുണ്ട്. ഉച്ചയ്ക്ക് എല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുമ്പോഴും ഞങ്ങൾ മൗനമായിരുന്നു. അതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴും ശിവേട്ടിൽ നിന്നും അകന്നു നിൽക്കാൻ ഞാൻ ശ്രമിച്ചു. ശിവേട്ടിന്റെ വാക്കുകൾ എന്നെ അത്രത്തോളം വേദനിപ്പിച്ചിരുന്നു. വൈകുന്നേരമായപ്പോൾ എല്ലാവരും പൂജാമുറിക്ക് മുന്നിലെത്തി. അമ്മമാർ അതിനുള്ളിൽ നല്ല രീതിയിൽ അലങ്കരിച്ച് വിളക്ക് വെച്ചിട്ടുണ്ട്. നന്ദുവേട്ടനെ കൊണ്ട് ഒരു വിധമാണ് അമ്മ മുണ്ടൊക്കെ ഉടുപ്പിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോൾ സൗഭാഗ്യ വന്നു. തത്തപ്പച്ച സാരിയിലും പാലയ്ക്കമാലയിലും അവൾ കൂടുതൽ സുന്ദരിയായതുപോലെ തോന്നി. അനന്തുവിന്റെ മുഖത്തെന്താ ഒരു വിഷമം? വർമ്മസാറിന്റെ ചോദ്യം കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ നന്ദുവേട്ടനിലായി. പാവം, മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി തന്റെ സന്തോഷം ഇല്ലാതാക്കിയിരിക്കുന്നു. അത് പിന്നെ സച്ചിയും അച്ഛമ്മയും ഒന്നുമില്ലാത്തത് കൊണ്ട്. അതിനെന്താടോ, എല്ലാത്തിലുപരി തന്റെ പ്രാണന്റെ പ്രാണനും ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്നെയും ശിവേട്ടനെയും നോക്കി അദ്ദേഹം അത് പറയുമ്പോഴും മനസ്സുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ഒരുപാട് അകലത്താണ്. ലക്ഷ്മി, അതിങ്ങ് കൊണ്ടുവാ. വർമ്മസാർ പറഞ്ഞ പ്രകാരം സൗഭാഗ്യയുടെ അമ്മ ഒരു ചെറിയ പെട്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇത് പാരമ്പര്യമായി കൈമാറി വരുന്ന വജ്രമോതിരമാണ്. തലമുറയിലെ ആദ്യത്തെ ആൾക്ക് അവകാശപ്പെട്ടത്. അതായത് ഈ തലമുറയിൽ ഇതിന്റെ അവകാശി ഭാഗ്യയാണ്. അനന്തു, ഇത് ഭാഗ്യയുടെ വിരലിട്ട് കൊടുക്കൂ. ആ മോതിരം വാങ്ങുമ്പോൾ നന്ദുവേട്ടന്റെ കൈ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. എത്രയൊക്കെയായാലും ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് പരീക്ഷിക്കുന്നത്. ആ കുറ്റബോധം ഏട്ടന്റെ മനസ്സിലുണ്ട്. പൂജാമുറിയിലെ വിഗ്രഹങ്ങളെ നോക്കി ഒരു നിമിഷം ഏട്ടൻ നിന്നു. എന്നിട്ട് സൗഭാഗ്യയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവൾ നാണം കൊണ്ട് മുഖം താഴ്ത്തി. പെട്ടെന്നാണത് സംഭവിച്ചത്. മോതിരമിടാനായി ഏട്ടൻ വിരൽ പിടിച്ചതും സൗഭാഗ്യ ബോധം കെട്ട് നിലത്തേക്ക് വീഴാതെ നന്ദുവേട്ടൻ അവളെ ചേർത്ത് പിടിച്ചു. എല്ലാവരും പേടിച്ചു നിൽക്കുകയായിരുന്നു. ഏട്ടൻ കൈകളിൽ കോരിയെടുത്ത് അവളെ റൂമിലേക്ക് കൊണ്ടുപോയി. മുഖത്ത് വെള്ളം തളിച്ചപ്പോൾ അവൾ പതിയെ കണ്ണുകൾ തുറന്നു. എന്തെന്റെ കുട്ടിക്ക് പറ്റിയത്? അവളുടെ അമ്മ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചപ്പോൾ ക്ഷീണം നിറഞ്ഞൊരു ചിരി അവൾ സമ്മാനിച്ചു. ഒന്നുമില്ല അമ്മ, എന്തോ പെട്ടെന്ന് തല ചുറ്റുന്നത് പോലെ തോന്നി. പിന്നെ ശരീരം തളർന്നു പോകുന്നത് പോലെയും. അശുഭമാണ്. വർമ്മസാറിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ അവസരത്തിൽ നന്ദുവേട്ടന്റെ മുഖത്ത് ഒരാശ്വാസം ഞാൻ കണ്ടു. എന്റെ ചുണ്ടിലും ഒരു ചിരി തെളിഞ്ഞു. മോളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, ഇനി ജോത്സ്യനെ ഒന്ന് കണ്ടിട്ട് ആ ചടങ്ങ് നടത്താം. എന്തെങ്കിലും ദോഷമുണ്ടെങ്കിലോ? ചിലപ്പോൾ അതിന്റെ സൂചന ദേവി കാണിച്ചു തന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിവെച്ചുകൊണ്ട് ഞാനും ഏട്ടന്മാരും അനിയത്തിമാരും ഒഴികെ എല്ലാവരും റൂമിൽ നിന്നിറങ്ങി. ഞാൻ സൗഭാഗ്യയുടെ അടുത്ത് തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അമൃതയോട് പിള്ളേരെയും കൂട്ടി പൊയ്ക്കോളാൻ സൗഭാഗ്യ പറഞ്ഞു. അവരുടെ പിറകെ നന്ദുവേട്ടൻ പോകാൻ തുനിഞ്ഞതും സൗഭാഗ്യ ഏട്ടന്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് വാതിൽക്കലേക്ക് നോക്കി. എല്ലാവരും പോയെന്ന് ഉറപ്പായതും അവളെ എഴുന്നേറ്റു. ഡി പെണ്ണെ, അടങ്ങി കിടക്കടി. ഞാൻ ശാസനയോടെ പറഞ്ഞപ്പോൾ അവൾ ഞങ്ങൾ നാലുപേരെയും മാറി മാറി നോക്കി. എന്നിട്ടൊരു ചിരി. വെറും ചിരിയല്ല, പൊട്ടിച്ചിരി. ഞങ്ങൾ ഞെട്ടി പണ്ടാരമടിച്ച് നിൽക്കുക. ബോധം കെട്ടപ്പോഴേക്കും ഇവളുടെ ഉള്ള ബോധം കൂടി പോയോ? എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്താ ഭാഗ്യം ഇതൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അഭിനയം? അഭിനയമോ? അനന്തേട്ടൻ അഭിനയത്തിന്റെ ആദ്യ പാഠം പോലും അറിയില്ല കേട്ടോ. അതല്ലേ മുഖത്തെ വിഷമത്തെക്കുറിച്ച് മുത്തശ്ശൻ ചോദിച്ചത്. പക്ഷെ എൻ്റെ അഭിനയമാണ് ഒറിജിനാലിറ്റി. എടി മതി, ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറ. ഓക്കെ പറയാം. അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം. എന്ത്? പൂർണ്ണ മനസ്സോടെയാണോ അനന്തേട്ടൻ ഞാനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്? അത് ഭാഗ്യ, ഞാൻ... മുത്തശ്ശന്റെ മുഖത്ത് നോക്കി മറ്റൊരു പെൺകുട്ടി ഈ മനസ്സിലുണ്ടെന്ന് പറയാൻ പറ്റിയില്ല അല്ലേ? അവളുടെ ചോദ്യം കേട്ടതും ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ഞെട്ടി. ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കുമല്ലേ? ഏട്ടൻ ആ ഡ്രോയർ തുറന്ന് അതിലുള്ള ബുക്ക് എടുത്തു നോക്ക്. സൗഭാഗ്യ പറഞ്ഞ് ബുക്ക് എടുത്തപ്പോൾ തന്നെ നന്ദുവേട്ടന് കാര്യം മനസ്സിലായെന്ന് തോന്നി. അത് തുറന്നു നോക്കാതെ തന്നെ ഏട്ടൻ അത് ബെഡിൽ വെച്ചു. ഞാനത് തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൽ മുഴുവനും ഏട്ടന്റെ ജീവിതം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ശിവേട്ടനെ ക്ലാസ്സിൽ വെച്ച് കണ്ടതും മുത്തശ്ശിയും ശ്രേയ ചേച്ചിയുമായുള്ള നിമിഷങ്ങളും കോളേജും സച്ചിയേട്ടനും ശിഖ ചേച്ചിയുടെ റാങ്കിങ്ങും ചേച്ചിയുമായി അമ്പലനടയിൽ നിൽക്കുന്നതും പിന്നീട് അവരുടേത് മാത്രമായ നിമിഷങ്ങളും ഒക്കെ. ഇടയ്ക്ക് ശിവേട്ടൻ എന്നെ നോക്കി നിൽക്കുന്ന രംഗങ്ങളും ഉണ്ടായിരുന്നു.
അടിയേറ്റ് കിടക്കുന്ന ശിവേട്ടന്റെയും നന്ദുവേട്ടന്റെയും ചിത്രത്തോടെ ആ ബുക്ക് അവസാനിച്ചു. ഏട്ടന്റെ ജീവിതമാണ് ഈ ബുക്ക് നിറയെ. ഇത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ആ പെൺകുട്ടിയും ഏട്ടനും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിന്റെ ആഴം. എന്തോ ഒന്ന് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്, അതെനിക്കറിയില്ല. ഭാഗ്യ, നിന്നോട് ഞാൻ എന്താ പറയേണ്ടത്? ഷികയെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, അവളിപ്പോ എവിടെയാണെന്ന് എനിക്കറിയില്ല. അതിനിടയിൽ വർമ്മസാറിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കം ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിന് നീയും സമ്മതിച്ചെന്നറിഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചു നേറിപ്പോയി. എനിക്കറിയാമായിരുന്നു ഏട്ടൻ മുത്തശ്ശനെ എതിർക്കാതെ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പിടിതരാതെ നടന്നത്. പെട്ടെന്ന് മുത്തശ്ശനെ പിന്തിരിപ്പിക്കണമെങ്കിൽ ഇതുപോലൊരു അശുഭ സംഭവം ഉണ്ടാകണം. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് ബോധം കെട്ടു. അത് പറഞ്ഞ് ചിരിക്കുന്ന സൗഭാഗ്യയെ നന്ദുവേട്ടൻ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ സ്നേഹത്താൽ ഒന്ന് ചുംബിച്ചു. അനന്തേട്ടൻ എൻ്റെ സ്വന്തം ഏട്ടനായിട്ട് ഞാൻ കണ്ടേക്കുന്നത്. ശിവേട്ടന് ശേഷം ഈ മനസ്സ് പൂർണ്ണമായി മനസ്സിലാക്കിയ ആള് ഞാനല്ലേ? ശിവേട്ടനു ശേഷമല്ല സൗഭാഗ്യ, ശിവേട്ടനേക്കാൾ കൂടുതൽ നീയാണ് നന്ദുവേട്ടനെ മനസ്സിലാക്കിയത്. ശിവേട്ടനെ നോക്കിക്കൊണ്ട് ഞാനത് പറഞ്ഞപ്പോൾ ഗിരിയേട്ടൻ ഞങ്ങൾ രണ്ടുപേരെയും മാറി മാറി നോക്കിയിരുന്നു. എന്തോ ഉണ്ടെന്ന് ഗിരിയേട്ടന് മനസ്സിലായി. നിങ്ങൾക്ക് എന്താ പറ്റിയത്? കുറച്ചു നേരം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നീ കാര്യമാക്കേണ്ട ഗിരി. അവർ ഭാര്യയും ഭർത്താവും ചെറിയ സൗന്ദര്യപിണക്കത്തിലാണ്. ഗിരിയേട്ടൻ ശബ്ദം മാറിയത് ശ്രദ്ധിച്ചുകൊണ്ട് നന്ദുവേട്ടൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഗിരിയേട്ടന്റെ കണ്ണുകൾ എൻ്റെ മുഖത്ത് തന്നെയായിരുന്നു. ആ നോട്ടം നേരിടാനാകാതെ ഞാൻ മുറിക്ക് പുറത്തേക്കിറങ്ങി.